ഹലോ, സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും? ഇന്നേ ഞാനൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇന്നത്തെ വായന അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? സുവിശേഷത്തിലെ വായന. നിയമജ്ഞരും ഫരിസേരും ഒക്കെ വന്നിട്ട് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ മരിച്ച് സ്വർഗത്തിൽ പോയി. ഒരു സ്ത്രീ, അവള് സഹോദരന്മാർ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ ആള് മരിച്ചപ്പോൾ രണ്ടാമത്തെ ആളെ വിവാഹം കഴിച്ചു, വീണ്ടും മൂന്നാമത്തെ, അങ്ങനെ 7 പേരെയും. അപ്പോൾ ഇവള് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കും എന്നായിരുന്നു ചോദ്യം. പക്ഷെ ദൈവം അല്ലെങ്കിൽ ഈശോ ഉണ്ടല്ലോ, അവിടെ വളരെ വിവേകത്തോടെയാണ് മറുപടി പറഞ്ഞത്. എന്താണെന്നല്ലേ? സ്വർഗരാജ്യത്തിൽ ഇങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാ. അവിടെ വിവാഹമോ വിവാഹം കഴിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചിന്തിക്കേണ്ടേ? ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഭൂമിയിലെ അല്പത്വത്തിനു വേണ്ടി ഓടാതെ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അതിന് നമുക്ക് പറ്റണം എന്നല്ലേ? ഭൂമിയിൽ പലതും കാണും നമ്മുടെ മുൻപില്. അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ പലപ്പോഴും നമ്മില് നന്മ കൈമോശം വരും, നമ്മൾ ചീത്തയായി പോകും. ചിലപ്പോ നമ്മളല്ലാതായി തന്നെ മാറും. എന്നാൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിലുള്ളതുപോലെയല്ല സ്വർഗത്തിലെല്ലാം വ്യത്യസ്തമാ. അവിടെ എല്ലാം നല്ലതും നന്മയും മാത്രമേ ഉള്ളൂ. അപ്പോ നിത്യജീവന് വേണ്ടി അത് അവകാശമാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ? അതിനുവേണ്ടി നമുക്കും പരിശ്രമിക്കാം.